ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? രാത്രി നല്ല മഴയായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞ് രാവിലെ ഇലകളിലൊക്കെ വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നല്ല മഴയായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ്. ഇപ്പം കാലാവസ്ഥയൊക്കെ വളരെ മോശം. കാലവർഷം ആരംഭിച്ചു എന്ന് തോന്നുന്നു. അപ്പം നമുക്കിന്ന് കുറച്ച് കൊക്കോയൊക്കെ പറിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കൊക്കോ പറിക്കാൻ പോയിട്ടോ. അന്നത്തേക്കും ചെറിയൊരു വെയിലൊക്കെ തെളിഞ്ഞു വന്നു. ഒരുപാട് കൊക്കോ ഉണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് കുറേശ്ശായിട്ട് കുറച്ച് പറിക്കും, അപ്പോൾ ഒരു മഴ പെയ്യും, വീണ്ടും കുറച്ച് പറിക്കും. അപ്പോൾ പറിക്കുന്നത് അന്നന്ന് കൊണ്ടൊക്കെ കൊടുക്കാം. അപ്പം തൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുവരില്ല. അപ്പോൾ നമ്മൾ പറിച്ച് അപ്പം തന്നെ പൊട്ടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പം ഞാൻ പോയി കൊക്കോയൊക്കെ പറിച്ച് എടുത്ത് കൊക്കോ പറിച്ചുകൊണ്ടിരിക്കുക. ഓരോ കൊക്കോയും പറിച്ച് ഇടും. ലാസ്റ്റ് എല്ലാം കൂടി ഇങ്ങനെ പെറുക്കി കൂട്ടിയിടും. ഓരോന്നിങ്ങനെ പറിച്ച് ചെയ്യുമ്പോൾ കുറേ ഉരുണ്ട് പോകുമല്ലോ. അങ്ങനെ ഉരുണ്ട് പോയതൊക്കെ ഓരോ സ്ഥലത്ത് നിന്ന് പെറുക്കി കൂട്ടിയിടും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ അത്യാവശ്യം ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കാണ് മഴ പെയ്യുന്നത്. അപ്പോൾ ആ ഉള്ള വെയിലത്ത് പോയി കൊക്കോയൊക്കെ പറിച്ച് പൊട്ടിച്ചെടുത്തു. അത് കഴിഞ്ഞപ്പോൾ അമ്മയും വന്നു കേട്ടോ. ഞാനും അമ്മയും കൂടെ പോയാണ് പിന്നെ കൊക്കോ പറിച്ചത്. തന്നെ കൊക്കോ പറിക്കൽ പാടാം. പിന്നെ പറമ്പിൽ കൂടെ പോയപ്പോൾ ആദ്യമായിട്ട് ഒരു ജാതിയിൽ ആദ്യത്തെ കായ, അത് ചെറിയ കായായിട്ട്, വലിയ കായൊന്നുമല്ല, പൂവാണെങ്കിലും കുഞ്ഞി പൂവായിരുന്നു, ആദ്യമായിട്ട് കിട്ടിയതല്ലേ. അത് കഴിഞ്ഞ് അതൊക്കെ കയറി വന്നു. വൈകുന്നേരം ആയപ്പം ഞാൻ പാലെടുക്കാൻ പോയി. വീട്ടിനപ്പുറം ഒരു വീട്ടിലാണ് പാൽ മേടിക്കുന്നത്. അവിടെ പോയി കുപ്പി ഉണ്ടായിരുന്നു, കൊണ്ട് വെച്ചു. 1/2 ലിറ്റർ പാൽ വെച്ചാണ് മേടിക്കുന്നത്. പാലൊക്കെ എടുത്ത് നടന്നു വന്നു. ഞാൻ പോയപ്പോൾ ഐറമോൾ ഉറങ്ങുമായിരുന്നു കേട്ടോ. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ ഐറേനെ കൊണ്ട് പോകാൻ വേണ്ടിയിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്കും ഐറ എണീറ്റു. എന്നിട്ട് അമ്മ ഐറേനെ കൊണ്ട് വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങ് കയറി വന്നു. എന്നിട്ട് ഞാൻ പാലും കൊണ്ട് വന്നെ നോക്കിയിരിക്കണതാണ്. അവൾ എണീറ്റിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ കുറേ നേരം നോക്കിയിരുന്നു. പക്ഷെ അവൾ അന്നേരം എണീറ്റില്ല. ഞാൻ പോയി തൊട്ട് കുറേ അവൾ എണീക്കുകയും ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി. ചായക്ക് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ഒരു കട്ടനൊക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കൂടെ ഒരു കട്ടനും കൂടെ തിളപ്പിച്ച് കഴിച്ചു. അങ്ങനെ വൈകുന്നേരം പഴംപൊരിയും കട്ടനുമായിരുന്നു. പിന്നെ രാത്രിയിലേക്ക് എന്നാൽ വിചാരിച്ചു കുറച്ച് ചക്കയും പുഴുങ്ങി ചിക്കനും കറി വെക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ വറുത്ത് കോരിയെടുത്തു. സവാളയൊക്കെ ഏകദേശം വഴണ്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ മസാലകൾ, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല എല്ലാം ഇട്ട് നല്ലപോലെ വഴറ്റി പിന്നെ അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് ചാറ് വേണമല്ലോ. ചക്കപ്പുഴുക്കിനൂടെ കഴിക്കുമ്പം ചിക്കൻ നല്ല ചാറൊക്കെ വേണ്ട, നല്ല ചക്കപ്പുഴുക്കിൻ്റെ മുകളിലൊക്കെ ഒഴിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചാറൊക്കെ ഉണ്ടാക്കി വറുത്ത ചിക്കനൊക്കെ അതിനകത്തിട്ട് ഇളക്കി ചിക്കൻ അടുപ്പത്താക്കി. പിന്നെ നമ്മൾ ചക്ക നേരത്തെ ഇട്ട് പറമ്പിൽ പോയിട്ടൊന്ന് വന്നായിരുന്നു. ചക്കയൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ നമ്മൾ ചക്കയ്ക്ക് വേണ്ട അരപ്പൊക്കെ ഇടണമല്ലോ. തേങ്ങയും ഉള്ളിയും കാന്താരിമുളകും കറിവേപ്പിലയും
മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കും. അരപ്പൊക്കെ അരച്ച് അത് നമ്മൾ ചക്കയ്ക്കകത്തിട്ടു. കുറച്ച് വെള്ളം ആ കുഞ്ഞു ജാറിനകത്ത് അത്രയും വെള്ളവും കൂടി ഒഴിച്ച് ഗ്യാസ് വെച്ചു കേട്ടോ. ഒരു വിസിൽ മതി. ഒരു വിസിൽ അടിച്ച് കഴിയുമ്പോൾ തന്നെ കുക്കർ ഓഫ് ചെയ്ത് ചക്ക കറക്റ്റ് പാകത്തിന് വെന്തിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഒരു വിസിലൊക്കെ അടിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ആവിയൊക്കെ കളഞ്ഞു, ചക്ക വെന്തു. ഇനി നമ്മൾ ചക്ക ഇളക്കണം, കപ്പയും ചക്കയൊക്കെ ഇളക്കുന്ന കോലുണ്ടല്ലോ, ആ കോലൊക്കെ വെച്ച് ചക്ക നല്ലപോലെ ഇളക്കി ഉടച്ചെടുത്തു. നല്ലപോലെ ഉടയണ ചക്കയായിരുന്നു കേട്ടോ, നല്ല ചക്കയായിരുന്നു. ഒരു പ്ലേറ്റൊക്കെ എടുത്ത് കുറച്ച് ചക്കപ്പുഴുക്കും പിന്നെ കുറച്ച് ചിക്കൻ കറിയൊക്കെ എടുത്ത് വൈകിട്ടങ്ങനെ ചക്കപ്പുഴുക്കും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.